നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലേ, നിങ്ങളെ വിശേഷങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ പേർക്ക് സങ്കടം ഉണ്ടായിരുന്നു. ക്ഷമിക്കുക. ഞാൻ ഇന്നലെ ഇട്ടുണ്ടായിരുന്നത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അതായത് സവാള വടയുടെ ഷോർട്ടസ്റ്റ് വീഡിയോ. അത് ഞാൻ സവാള വട ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരു 3 വർഷം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഒരുപാട് പേർക്ക് എന്റെ ഈ വർത്താനം എന്റെ കത്തി സഹിക്കാൻ താല്പര്യമില്ല, പക്ഷെ അവർക്ക് റെസിപ്പി വേണം താനും. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുമോ. അങ്ങനെയാണ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ തൃശ്ശൂർ മീൻകറിയുടെ. അപ്പൊ ഞാൻ എന്റെ വർത്താനവും, അതായത് റെസിപ്പിയുടെ വർത്താനം മാത്രമല്ല, അല്ലാണ്ട് എന്റെ വീട്ടു വർത്താനം നാട്ടു വർത്താനം ഒന്നും ഇല്ലാത്ത വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്, ക്ഷമിക്കുക. അപ്പൊ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ഇല്ലാത്ത വീഡിയോ കാണണമെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി, അല്ലെങ്കിൽ ചേച്ചി എന്തായാലും ഇൻട്രൊഡക്ഷൻ വന്നിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള മീനിന്റെ റെസിപ്പി ആയിട്ടാണ്, അതായത് അയില പൊരിച്ചത്. അയില പൊരിച്ചത് നോക്കുമ്പോൾ നിങ്ങൾ എന്താ എത്ര ഒരു പ്രത്യേകത. പക്ഷെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ മസാലയൊക്കെ ആക്കി പരട്ടി വെച്ച് പൊരിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിനു മുൻപ് ഞാനൊരു മീൻ പൊരിച്ചത് ഇട്ടിട്ടുണ്ട്, അതും നിങ്ങൾ ഒരുപാട് പേര് തയ്യാറാക്കിയിട്ട് എനിക്ക് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അയില പൊരിച്ചത് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള അയില പൊരിച്ചത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 4 അയിലാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് അയില. ഞാൻ ഉള്ളിലത്തെ കുടലൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തന്നെ വാഷ് ചെയ്തു, പിന്നെ കുറച്ച് വെള്ളത്തിൽ വിനീഗർ ഉപ്പും ഇട്ട് വെച്ചു. എന്നിട്ട് ആ അയില ഒരു 10 മിനിറ്റോളം ആ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ അഴുക്കുകളും പോകും, മാത്രമല്ല ആ ഒരു ഉളുമ്പുമണ്ണുണ്ടല്ലോ അത് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് അത്ര വലിയ ഫ്രഷ് അയില എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇവിടെ കിട്ടുന്നത് നോക്കിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ അയില മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നല്ല ഫൈനാക്കി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കൂടെ വേണമെങ്കിൽ 2 പച്ചമുളകും കൂടെ അരച്ച് വെക്കാം കേട്ടോ, അരച്ചെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിലോട്ട് നമുക്ക് എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ചതച്ച മുളക് 1 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ഒരു അല്പം പെപ്പർ പൗഡർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ചതച്ച മുളക് ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, പക്ഷെ ചതച്ച മുളകാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും സ്പൈസസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് വേണ്ടി വരും. എന്നിട്ട് ഈ കൂട്ട് മുഴുവനും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില, വളരെ നൈസാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ കറിവേപ്പില നന്നായി അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിനീഗറാണ് ഉപയോഗിക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട. നമ്മളിതിലിപ്പോൾ കൂടുതൽ ചേർക്കാൻ പോകുന്ന വെള്ളത്തിനേക്കാളും കൂടുതൽ ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ സ്പൈസ് ലെവലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. പിന്നെ ഞാൻ പഴയ മീൻ ഫ്രൈൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കാം, ഉലുവയുടെ പൊടി ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തും. ഇതിൽ ഞാനിപ്പോൾ ഇത്ര ചെയ്യുന്നുള്ളൂ. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. 4 മീനിലേക്കുള്ള മസാലയാണ് കേട്ടത്. അപ്പോൾ കൂടുതൽ മീനുണ്ടെങ്കിൽ ഇതിൻ്റെ അളവങ്ങ് കൂട്ടി കൊടുക്കണേ. അതിൽ പരണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് വെള്ളം വേണ്ടത്. അപ്പോൾ നമുക്ക് പരട്ടി നോക്കുമ്പോൾ അറിയാൻ പറ്റും. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിരി ഉപ്പ് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാലാണ് ആ മീനിലേക്ക് നന്നായി പിടിക്കുള്ളൂ. അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് ഇടാനല്ല പറയുന്നത്. എങ്കിലും നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി മുന്നിലാണ്. അപ്പോഴാണ് ആ മീനിലേക്ക് നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഉപ്പ് നന്നായിട്ട് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മീനിലോട്ട് പരട്ടി കൊടുക്കാം. മീനിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല അങ്ങ് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തു നിന്ന് എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. ഉള്ളിലും ഈ മീൻ വരയണം കേട്ടോ. നന്നായി അടുപ്പിച്ച് വരയണം മീൻ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല പിടിക്കുമല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് തേച്ച് വെച്ച് കൊടുക്കുക, കവർ ചെയ്ത് കൊടുക്കുക ഈ മസാല. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് വെക്കുക. അതുപോലെ തന്നെ എല്ലാ മീനിൻ്റെ ഉള്ളിലോട്ടങ്ങ് മസാല വെച്ച് കൊടുക്കുക. ഇതൊരു 1 മണിക്കൂറെങ്കിലും മിനിമം ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അതല്ലെങ്കിൽ പുറത്ത്
നമ്മൾ അടച്ച് വെക്കുക കേട്ടോ. അപ്പോഴാണ് അതിലേക്കൊക്കെ നല്ലോണം എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. അയില ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ നാട്ടിൽ വെച്ചെടുത്തിട്ടുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് ആലപ്പി ഫിഷ് കറിയിലാന്ന് തോന്നുന്നത്. അതിൽ ഞാൻ എങ്ങനെയാണ് അയില മീൻ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 4 മീനിലേക്ക് നന്നായി മസാല ഞാൻ പരത്തിയിട്ടുണ്ട്. ഇത് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ അടച്ച് വെക്കാൻ പോവുകയാണേ. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ അങ്ങ് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ വറുക്കുന്ന ഫിഷിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിലാണോ അതിനനുസരിച്ച് അതിൽ വറുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂറായിട്ട് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ മീൻ. അപ്പോൾ നമുക്ക് ഒരു ഫ്രൈങ് പാൻ വെക്കുക. അതിലോട്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് മുകളിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെളിച്ചെണ്ണയിൽ നമ്മളിത് വറുക്കുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത് കഷ്ണമായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ടാക്കാം കേട്ടോ. സാധാരണ രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്, ഒരുമിച്ച് വറുക്കാറില്ല. ഇതിപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റ അയിലായിട്ട് വറുക്കുന്നത്. ഇത്ര മതി വെളിച്ചെണ്ണ. അത് മീഡിയം ടെമ്പറേച്ചറിലോട്ട് വെക്കുക. അതിനുശേഷം ചൂടായതിന് ശേഷം മാത്രം മീൻ എടുത്ത് വെക്കുക. ഒരുമിച്ച് ഒരുപാട് മീൻ വറുക്കാൻ പാടില്ല, 2 എണ്ണം വീതം വറുക്കുക. എന്നാലാണ് നമുക്ക് തിരിച്ചിടാനൊക്കെ എളുപ്പമായിരിക്കുക. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവാനും ബുദ്ധിമുട്ടായിരിക്കും, തിരിച്ചിടാനും ബുദ്ധിമുട്ടായിരിക്കും. ഇതൊന്ന് മീഡിയം ചൂടാവട്ടെ. ചെന്നൈയുടെ ചൂട് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് അങ്ങ് പുറം വശം അങ്ങ് കരിഞ്ഞു പോകും, ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും മീഡിയം ടെമ്പറേച്ചറിലായിരിക്കണം വെളിച്ചെണ്ണ. എണ്ണയിലോട്ട് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചൂടായിട്ടുണ്ട് നമ്മുടെ എണ്ണയ്ക്ക്. അതിലോട്ട് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. നമ്മൾ മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് എണ്ണയിൽ ഇത് ആദ്യം വേവിക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ ഒരുപാട് അങ്ങ് എണ്ണയിലോട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് പോകും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പക്ഷേ ആ ക്രിസ്പിനെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ തുറന്നു വെച്ചിട്ട് തന്നെ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതേ സെയിം പൊസിഷനിൽ തന്നെ കിടക്കട്ടെ. അതിനുശേഷം മാത്രം തിരിച്ചിട്ടാൽ മതിയാവും. ഓക്കെ, 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം. കറിവേപ്പില അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചിടാം കേട്ടോ. നമുക്ക് തിരിച്ചിടാം. ഇനി അപ്പുറത്തെ സൈഡ് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് മാത്രം കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നേക്കാളും നല്ലത് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ശരിക്കും മസാലയൊക്കെ അതിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ കുറേ മസാലയൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നിങ്ങൾക്ക് എത്ര നേരം കുക്കാവണം. അതായത് ചിലവർക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മീനായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ മീൻ കഴിക്കാത്ത കാരണം കഴിച്ച് നോക്കണില്ല കേട്ടോ. അടിപൊളിയാണെന്നുള്ളത് നമുക്ക് അറിയാലോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പോക വരുന്നുണ്ടല്ലോ മീൻ. സുനിലിൻ്റെ പോയിട്ട് മീൻ എടുത്ത് പോയാലോ, വലിയ കാര്യത്തിൽ സ്പൂണിലെടുത്ത് പോയാലിട്ട് പോലെ കയ്യിൽ പിടിക്കാൻ പറ്റില്ല. അറിയാലോ, സ്പൂൺ കൊണ്ട് കഴിച്ചല്ലേ. ശരി, അതിലിട്ടവരെ തുപ്പാൻ പറ്റും. ചൂടുകാരെന്ന് പറഞ്ഞ ടേസ്റ്റ് എനിക്ക് ചിരി വന്നിട്ട് വരായിരുന്നു ആ സമയത്ത്. എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പറയാം എൻ്റെ വായ പൊള്ളി. 2 ദിവസം പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മര്യാദക്ക്. അയിലയുണ്ട് ഇത്ര ഇഷ്ടമില്ലാത്തത്. അയില എനിക്ക് ഇഷ്ടമുള്ള മീനായിരുന്നു. പക്ഷെ ഇപ്പൊ കിട്ടുന്ന അയില ഇവിടുത്തെ അയിലേക്ക് എന്താ കുഴപ്പമുണ്ടല്ലേ? ഇവിടുത്തെ മാത്രല്ല, നാട്ടിലത്തെ അയിലേക്കും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലേ? നാട്ടിൽ കഴിച്ചാലും ഇപ്പൊ പറ്റുന്നു. വലിയ ഫ്രഷ് ഒന്നും ആയിരുന്നില്ല. പിന്നെ ലുലുവിൽ പോയതല്ലേന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചു. ചിലപ്പോൾ ഇവിടെ ഗ്രീൻ പാർക്കിൽ വിളിച്ച് പറഞ്ഞാൽ ചിലപ്പം അയില ഉണ്ടായിന്ന് വരില്ല. പിന്നെ ബാക്കി അവിടെ ഉണ്ടായിരുന്നൊക്കെ വലിയ വലിയ മീനുകളായിരുന്നു. നമ്മൾ നാളിട്ട വീഡിയോ ചെറിയ മീനായിരുന്നു, അല്ല മുറിച്ചതായിരുന്നു. പിന്നെ മുറിക്കാത്തൊരു മീനെടുത്ത് ഫ്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ അയില വാങ്ങിച്ചാ. എനിക്ക് പൊതുവെ മീൻ ഇഷ്ടമല്ല. പൊതുവെ മീൻ ഇഷ്ടമല്ലേ? ഇഷ്ടമില്ല എന്ന് പറഞ്ഞാല് ഞാൻ കഴിക്കുന്ന മീനുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒക്കെ ഇറച്ചി ടേസ്റ്റുള്ള മീനുകൾ, അരക്ക, അവരി, അതുപോലെ മാംസം കൂടുതലുള്ള സാമൺ, ഏട്ടാക്കി എന്താ പറയാ, ഈ മീനുകളുടെ പേര് അറിയില്ല. ഇവോൾവ് ചെയ്തിട്ടുള്ള മീനുകൾ. നല്ല മീനിന്റെ മണമുള്ള മീനുകളൊന്നും എനിക്ക് കഴിക്കാം. മത്തി കഴിക്കില്ലല്ലോ. അച്ഛത് കഴിക്കല്ലേ? കുഞ്ഞി മത്തി. മോനൊന്നും കഴിക്കും. മത്തി അവന് ഇഷ്ടമാണ്. അവനെ അവൻ കഴിക്കുന്നു.
അവ മാത്രമാണ് നമ്മുടെ മത്തി കഴിക്കുക. പക്ഷെ ഞാൻ എത്ര കാലം മത്തി വാങ്ങിച്ചിട്ട്, കാരണം വലിയ മത്തിയാണ് ഇവിടെ കിട്ടുന്നത്, ചെറിയ മത്തി കിട്ടണില്ല. അവൻ വലിയ മത്തി കഴിക്കില്ല, കുഞ്ഞു മത്തി കഴിക്കുള്ളൂ. പിന്നെ വാങ്ങിക്കണ്ടെന്ന് വെച്ചു. അതേസമയം എനിക്ക് ജപ്പാൻകാർ ഇവരൊക്കെ തന്നെ പച്ചമീൻ ഇഷ്ടം, പച്ചക്ക് കഴിക്കാൻ കുഴപ്പമില്ല. ചൈനയിലൊക്കെ ഓരോന്ന് പച്ചക്ക് തിന്നിട്ടാണ് ഇപ്പൊ മനുഷ്യർ ഓരോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. മിണ്ടരുത്, പച്ചക്ക് കഴിക്കണം. സാൽമൺ ട്യൂണ അവരുടെ മക്കിയ അങ്ങനെ